Today, my topic of discussion is GPCR that activates phospholipase C. അപ്പം നമ്മൾ GPCR അസോസിയേറ്റഡ് CAMPD ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. നെക്സ്റ്റ് ഫോസ്ഫോലിപ്പേസ് സീനെ പോയിട്ട് ആക്ടിവേറ്റ് ചെയ്യുകയാണെങ്കിൽ എന്തൊക്കെയാണ് അതിൻ്റെ മെക്കാനിസംസ് എന്തൊക്കെയാണെന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ മിക്കവാറും കുറേ ഹോർമോൺസ് അതിൻ്റെ റെസ്പെക്റ്റീവായിട്ടുള്ള GPCR റിസപ്റ്ററിൽ വന്ന് ബൈൻഡ് ചെയ്യുമ്പോൾ എവിടെയൊക്കെ GPCR റിസപ്റ്റർ എവിടെയൊക്കെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അതായത് ലിവർ, ഫാറ്റ്, പിന്നെ അങ്ങനെ കുറേയുള്ള സെൽസുകളിൽ ഉള്ള GPCR റിസപ്റ്ററുകളിൽ ചില ഹോർമോൺസുകൾ ചെന്ന് ബൈൻഡ് ചെയ്യുമ്പോൾ ദാറ്റ് ആക്ടിവേറ്റ്സ് GPCR ആക്ടിവേറ്റഡ് ലിഗാൻഡ് വന്ന് ബൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലുള്ള GPCR റിസപ്റ്റേഴ്സ് ആക്ടിവേറ്റഡ് ആവുകയും ദാറ്റ് ഇൻ ടേൺ ആക്ടിവേറ്റ് G-alpha O or G-alpha Q. മനസ്സിലായില്ലേ? അപ്പോൾ ഒരു പർട്ടിക്കുലർ ലിഗാൻഡ് ദാറ്റ് ബൈൻഡ് ടു GPCR. ഇവിടെ ലിഗാൻഡ് എന്ന് പറയുന്നത് നമ്മൾ എന്താണ്? ഹോർമോണാണ് അല്ലേ? ഹോർമോണാണ് ലിഗാൻഡ് that bind to GPCR that present on the liver or fat or other cells that in turn activates G-alpha 0 or G-alpha Q. നമ്മൾ എപ്പിനെഫ്രിൻ്റെ പറഞ്ഞപ്പോൾ G-alpha S ആണെന്ന് പറഞ്ഞു. ഇവിടെ G-alpha O or G-alpha Q. Activated this influence the effector protein phospholipase C. ആക്ടിവേറ്റഡ് ആയിട്ടുള്ള ഈ യൂണിറ്റ്സ് എന്ത് ചെയ്യും? ഇഫക്റ്റർ മോളിക്യൂൾ അപ്പുറത്ത് മാറിയിരിക്കുന്നുണ്ട്. ഫോസ്ഫോലിപ്പേസ് C ആക്ടിവേറ്റഡ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് രണ്ട് സെല്ലുലാർ റെസ്പോൺസസ് ആണ് ഉണ്ടാക്കുക. ഒരെണ്ണം എന്ന് പറയുന്നത് എന്താണ്? സൈറ്റോസോളിക് കാൽസ്യം അയോൺസിന്റെ റൈസ് ഉണ്ടാക്കും. റൈസ് ഇൻ സൈറ്റോസോളിക് കാൽസ്യം. കൂടാതെ ഇറ്റ് ആക്ടിവേറ്റ് വേറെ ഒരു പ്രോട്ടീനെ ആക്ടിവേറ്റ് ചെയ്യും. എൻസൈമാണ് പ്രോട്ടീൻ കൈനേസ് C. ഇതെന്താ? പ്രോട്ടീൻ കൈനേസ് C എന്ന് പറയുന്നത് help in growth and differentiation. അപ്പോൾ ഇവിടെ എന്താണ് ഉണ്ടാവുന്നത്? ശരിക്കും ജസ്റ്റ് നമ്മൾ ഇൻട്രൊഡക്ഷനാണ് പറഞ്ഞേ. അപ്പോൾ എന്താണ് ഇവിടെ ഉണ്ടാകുന്നത്? എ ലിഗാൻഡ്, പർട്ടിക്കുലർ ലിഗാൻഡ് വന്നിട്ട് GPCRനെ വന്ന് ആക്ടിവേറ്റ് ചെയ്യണം വിചാരിക്കുക. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, when a ligand bind to GPCR വന്ന പർട്ടിക്കുലർ ലിഗാൻഡ് വന്ന് ബൈൻഡ് ചെയ്തു. നമുക്കിത് ഡയഗ്രായിട്ട് പിന്നീട് വരയ്ക്കാം. തൽക്കാലം ഇത് പറയട്ടെ. GPCRനെ വന്ന് ബൈൻഡ് ചെയ്തു. GPCR ആക്ടിവേറ്റഡ് ആയി. ആക്ടിവേറ്റഡ് GPCR either activate G-alpha O or G-alpha Q. ഏതിനെങ്കിലും ആക്ടിവേറ്റഡ് ആക്കും. ലീഡിങ് ടു ദ ആക്ടിവേഷൻ ഓഫ് ഫോസ്ഫോലിപ്പേസ് C. ഇത്രയാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞു വെച്ചേ അല്ലേ? നെക്സ്റ്റ്, ബൈൻഡിങ് ഓഫ് G-alpha യൂണിറ്റ് ടു ഫോസ്ഫോലിപ്പേസ് C. അപ്പം എങ്ങനെയാണ് ഇതിൽ ഫോസ്ഫോലിപ്പേസ് C ആക്ടിവേറ്റഡ് ആയി എന്ന് പറഞ്ഞു. ഇനി ബൈൻഡിങ് ഓഫ് G-alpha യൂണിറ്റ്സ് ടു ഫോസ്ഫോലിപ്പേസ് C കോസസ്. ഫോസ്ഫോലിപ്പേസ് Cയിലോട്ട് G-alpha യൂണിറ്റ് വന്ന് ബൈൻഡ് ചെയ്യുമ്പോൾ ദാറ്റ് കോസസ് ദ ക്ലീവേജ് ഓഫ് PIP. ഇതെന്താ ചെയ്യണമെന്ന് വെച്ചാൽ PIP2. വാട്ട് ഈസ് PIP2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോസ്ഫാറ്റിഡൈൽ ഇനോസിറ്റോൾ
ഫോസ്ഫാറ്റിഡൈൽ ഇനോസിറ്റോൾ 4,5-bisphosphate ആണ് സാധനം. ഈ പർട്ടിക്കുലർ മോളിക്യൂള് PLCയുടെ മുകളിലിരിക്കുക. PLC ആക്ടിവേറ്റഡ് ആയി കഴിഞ്ഞാൽ PiP2നെ സ്പ്ലിറ്റ് ചെയ്യും. ആക്ടിവേറ്റഡ് PLC സ്പ്ലിറ്റ് എന്ന് പറഞ്ഞാലും മതി. PiP2 into 2 എന്താണ് ഉണ്ടാക്കണത്? IP3 or inositol triphosphate and diacyl glycerol. ഇങ്ങനെ രണ്ട് മോളിക്യൂള് ഉണ്ടാക്കും. ഇത് രണ്ടും സെക്കൻഡ് മെസ്സഞ്ചേഴ്സ് ആണ്. അപ്പോൾ phosphorylated derivatives of inositol are important second messengers ആണ്. സെക്കൻഡ് മെസ്സഞ്ചർ രണ്ടും പർട്ടിക്കുലർ റെസ്പോൺസ് സെല്ലിന് ഉണ്ടാക്കും. അവരുടേതായിട്ടുള്ള റെസ്പോൺസുകൾ സെല്ലിന് ഉണ്ടാക്കും. അപ്പോൾ ഇവിടെ എന്താ ഉണ്ടായേ? ഒരു ലിഗാൻ പർട്ടിക്കുലർ ലിഗാൻ ബൈൻഡ് ടു GPCR activate G-alpha or G-alpha-Q. When G-alpha unit bind to PLC, it become activated. Activated ആയിട്ടുള്ള PLC എന്താ ചെയ്യണത്? അതിൻ്റെ തന്നെ ഒരു പോർഷനാണ് PiP2. എൻ്റെ കൂടെ നിൽക്കുന്നതാണ് PiP2. PiP2 എന്ന ഫോസ്ഫാറ്റിഡൈൽ ഇനോസിറ്റോൾ 4,5-bisphosphate എന്നൊരു മോളിക്യൂളാണ്. അത് സ്പ്ലിറ്റ് ചെയ്തിട്ട് രണ്ട് ഡിഫറെൻറ്റ് മോളിക്യൂൾസ് ഉണ്ടാവും. ഒന്നെന്ന് പറയുന്നത് ഇനോസിറ്റോൾ ട്രൈഫോസ്ഫേറ്റ് ആൻഡ് ഡയസൈൽ ഗ്ലിസറോൾ. ഇത് രണ്ടും എന്ന് പറയുന്നത് എന്താണ്? സെക്കൻഡ് മെസ്സഞ്ചേഴ്സ് ആണ്. സെക്കൻഡ് മെസ്സഞ്ചേഴ്സ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ എന്തോ ഒരു ഇൻഫർമേഷൻ സെല്ലിൻ്റെ ഉള്ളിലോട്ട് അവര് കൊടുക്കും. മനസ്സിലായി? സെക്കൻഡ് മെസ്സഞ്ചേഴ്സ്. ഇത് ഒരു പർട്ടിക്കുലർ മെസ്സേജ്, ഇത് വേറൊരു മെസ്സേജ്. അപ്പം അങ്ങനെ ഒരു സിംഗിൾ ലിഗാൻഡിൽ തന്നെ ഒരുപാട് റെസ്പോൺസസ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ ഞാൻ ഈ ഇതിൻ്റെ ഡയഗ്രാം വരച്ച് വെച്ചാണത്. അപ്പോൾ ഇതാണ് GPCR അല്ലേ? GPCR എന്ന് പറഞ്ഞ മറ്റ് റിസപ്റ്ററാണ് ഇവിടെ വരച്ച് വെച്ചത്. ആൻഡ് ഇത് ലിഗാൻഡ്. വെൻ എ ലിഗാൻഡ് ബൈൻഡ് ടു GPCR വന്ന് ബൈൻഡ് ചെയ്തു. അപ്പോൾ ഇതെന്താ സാധനം? ശരിക്കും നമുക്കറിയാം, ഇത് G ആൽഫ, ഇത് ബീറ്റ ഗാമ. ദെൻ അപ്പം എന്താണ്? ബീറ്റ ഗാമ ഇവിടെ തന്നെ ഇരുന്നിട്ട് എന്ത് ചെയ്തു? G-alpha ആക്ടിവേറ്റഡ് ആയിട്ടുള്ള G-alpha എന്ത് ചെയ്തു? ഇതിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്തിട്ട് ഈ GPCRന്റെ അവിടെ നിന്ന് സെപ്പറേറ്റ് ചെയ്ത് അത് ദൂരെയുള്ള ഇഫക്റ്റർ പ്രോട്ടീൻ ആയിട്ടുള്ള പ്രോട്ടീനിൽ വന്ന് ബൈൻഡ് ചെയ്യും അല്ലേ? ഇഫക്റ്റർ പ്രോട്ടീൻ ഇവിടെ എന്താ ഞാൻ പറഞ്ഞേ? PLC ആണ് ഇഫക്റ്റർ പ്രോട്ടീൻ എന്ന് പറഞ്ഞു അല്ലേ? PLC എന്ന് പറഞ്ഞാൽ ഫോസ്ഫോലിപ്പേസ് C. വെൻ G-alpha, ഇത് ഇവിടെ ഏത് കണ്ടീഷനാണ്? ഇവിടെ GDP ആയിരുന്നു. GDPയിലാണ് ലിഗാൻഡ് ബൈൻഡ് ചെയ്യണതിന് മുമ്പേ ഉണ്ടായിരുന്നേ. വെൻ ലിഗാൻഡ് ബൈൻഡ് ടു GPCR, G-alpha ആക്ടിവേറ്റഡ് ആവും. ആക്ടിവേറ്റഡ് G-alphaക്ക് എന്താണുള്ളത്? GTP ആണുള്ളത്. G-alpha GTP ബൈൻഡ് ടു PLC. PLC ആയിട്ട് വന്ന് ബൈൻഡ് ചെയ്താൽ PLC എന്താവും? ആക്ടിവേറ്റഡ് ആവും അല്ലേ? ആക്ടിവേറ്റഡ് ആവും എന്ന് പറഞ്ഞു PLC. ഇത്രയാണ് നമ്മൾ പറഞ്ഞത്. ആക്ടിവേറ്റഡ് PLC എന്ത് ചെയ്തു? രണ്ട് പ്രോഡക്ട്സ് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ PLCയുടെ അവിടെയായിട്ട് രണ്ട് ഒരു ഇതിരിക്കേണ്ടതെന്ന് പറഞ്ഞു. PiP2 ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ? ഇവിടെയായിട്ട് ഇതിനോട് ചേർന്നിട്ട് PiP2 ഇരിക്കുക. അപ്പൊ ആക്ടിവേറ്റഡ് PLC ഇത് ശരിക്കും എന്താണ്? ഇനോസിറ്റോണിന്റെ തന്നെ ഒരു 4,5-bisphosphate ആണ്. അപ്പൊ ആക്ടിവേറ്റഡ് PLC മറ്റെന്താണ്? സ്പ്ലിറ്റ് ചെയ്യണം. PiP2നെ സ്പ്ലിറ്റ് ചെയ്തു. PiP2 സ്പ്ലിറ്റ് ഇൻറ്റു എന്തൊക്കെയാവും? DAG ആൻഡ് IP3. ഇത്രയും നമ്മൾ പറഞ്ഞു. DAG ആൻഡ് IP3.
ഈ DAG ആയാലും ശരി IP3 ആണെങ്കിലും ശരി എന്താണ് PIP2 സ്പ്ലിറ്റ് ഇൻ ടു IP3 ആൻഡ് TAG. ഇവർ രണ്ടുപേരും സെക്കൻഡ് മെസ്സഞ്ചേഴ്സ് ആണ് അല്ലേ പറഞ്ഞത്. ഇനി IP3 ആണെന്നുണ്ടെങ്കിൽ ആഫ്റ്റർ ഡിഫ്യൂസിങ് ത്രൂ ദ സൈറ്റോസോൾ, അപ്പൊ ഇവിടെ സൈറ്റോസോളിലോട്ട് ഇത് ഡിഫ്യൂസ് ചെയ്ത് വരികയാണ്. IP3 ഇവിടുന്ന് സ്പ്ലിറ്റ് ചെയ്ത് സൈറ്റോസോളിലോട്ട് വരികയാണ്. ഡിഫ്യൂസ് ത്രൂ ദി cytosol. IP3 interacts with IP3 gated calcium channels. അപ്പൊ IP3 റിലീസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സൈറ്റോസോൾ കൂടെ അത് വന്നിട്ട് എന്താണ് ഡിഫ്യൂസ് ചെയ്ത് വരികയും ഇറ്റ് ഇന്ററാക്ട് വിത്ത് IP3 ഗേറ്റഡ് ചാനൽ. അതായത് IP3നെ കടത്തിവിടുന്ന കാൽസ്യം ചാനൽസ് ആണിത്. അങ്ങനെ ഒരുപാടെണ്ണം ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. IP3 ഗേറ്റഡ് കാൽസ്യം ചാനൽസ് ദാറ്റ് പ്രസന്റ് എവിടെയാണത് കാണുന്നത്? എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൽ അല്ലേ? IP3 ഗേറ്റഡ് ആയിട്ടുള്ള കാൽസ്യം ചാനൽസ് ഇരിക്കണം. അപ്പൊ വെൻ IP3 റിലീസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ IP3 ഇന്ററാക്ട്സ് വിത്ത് IP3 ഗേറ്റഡ് കാൽസ്യം ചാനൽസ്. അപ്പൊ IP3 ഇവിടെ റിലീസ് ചെയ്ത് ഇവിടുന്ന് കിട്ടി, IP3 വന്നു. ഈ IP3 ആരുമായിട്ട് ഇന്ററാക്ട് ചെയ്യും? ഇറ്റ് ഇന്ററാക്ട് വിത്ത് IP3 ഗേറ്റഡ് കാൽസ്യം ചാനൽസ്. അതെന്താണ് ചെയ്യുക? ഈ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിന്റെ ഉള്ളില് നിറച്ച് കാൽസ്യം മോളിക്യൂൾസ് ഇവിടെ ഇരിക്കുകയാണ് അല്ലേ? നമുക്കറിയാതെ ഇതെവിടെയാണ് കാൽസ്യം അയോൺസ് ഇരിക്കുന്നത്. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തില് കാൽസ്യം അയോൺസ് ഇരിക്കുകയാണ്. അപ്പൊ IP3 വന്നിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോൾ നോർമലായിട്ട് എന്താ ഉണ്ടാവുന്നത് വെച്ച് കഴിഞ്ഞാൽ റിലീസ് ഓഫ് സ്റ്റോർഡ് കാൽസ്യം അയോൺസ് ഇൻ ടു ദി സൈറ്റോസോൾ. സൈറ്റോസോളിലോട്ട് കാൽസ്യം അയോൺ സ്റ്റോർഡ് ആയിട്ടുള്ള കാൽസ്യം അയോൺസ് സൈറ്റോസോൾക്ക് റിലീസ് ചെയ്തു. മനസ്സിലായില്ലേ? അതാണ് അടുത്തത് റിലീസ് ഓഫ്. അപ്പൊ ഇവിടെ എന്താ പറഞ്ഞേ? ആഫ്റ്റർ ഡിഫ്യൂസിങ് ത്രൂ ദി സൈറ്റോസോൾ IP3 interacts with IP3 gated calcium channels that present in എന്താണ് എവിടെ കാണുന്നത്? എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. എന്തുണ്ടാവും? റിലീസ് ഓഫ് സ്റ്റോർഡ് കാൽസ്യം അയോൺസ് ഇൻ ടു ദി സൈറ്റോസോളിലോട്ട് കാൽസ്യം അയോൺസ് റിലീസ് ചെയ്തു. ഇങ്ങനെ കാൽസ്യം അയോൺസ് ഒരു പരിധി കൂടുതൽ സൈറ്റോസോളിന്റെ ഉള്ളില് ഇൻക്രീസ് ചെയ്യുമ്പോൾ, കാൽസ്യം അയോൺസിന്റെ ഇൻക്രീസ് ഉണ്ടാവുമ്പോൾ വേറെ ഒരു മോളിക്യൂള് ഇതിൽ അപ്പിയർ ചെയ്യാണ്. മനസ്സിലായില്ലേ? അതിനെയാണ് നമ്മൾ പറഞ്ഞത് പ്രോട്ടീൻ കൈനേസ് സി. ഇറ്റ് ഈൽഡ് അപ്പിയറൻസ് ഓർ എവലുവേഷൻ ഓഫ് കാൽസ്യം അയോൺസ് മുഖേന വേറെ ഒരു മോളിക്യൂൾ ഇവിടെ ഉണ്ടായി. അതാണ് പ്രോട്ടീൻ കൈനേസ് സി. പ്രോട്ടീൻ കൈനേസ് സി സൈറ്റോസോളിൽ വരികയാണ്. അപ്പൊ എന്താ? പ്രസൻസ് ഓഫ് കാൽസ്യം അയോൺസ്. കാൽസ്യം അയോൺസിന്റെ പ്രസൻസ് മുഖേന പ്രസൻസ് ഓഫ് കാൽസ്യം അയോൺസ് ഇൻ ദി എന്താണ് സൈറ്റോസോൾ. സൈറ്റോസോളിലെ കാൽസ്യം അയോൺസ് കാണുമ്പോൾ PKC എലവേറ്റഡ് ആവുകയും ഈ കാൽസ്യം അയോൺസ് എലവേറ്റഡ് ആവുകയും അത് PKC സൈറ്റോസോളിൽ അപ്പിയർ ചെയ്യാനുള്ള കാരണമാവുകയും ചെയ്യുന്നു. മനസ്സിലായില്ലേ? PKC വന്നു, സൈറ്റോസോളിലോട്ട് PKC വന്നൂന്നേ പറഞ്ഞോളൂ, നമ്മൾ ആക്ടിവേറ്റഡ് ആയി എന്ന് പറഞ്ഞിട്ടില്ല. PKC എന്ന് പറഞ്ഞാൽ പ്രോട്ടീൻ കൈനേസ് സി എന്നാണ് കേട്ടോ. PKC എന്ന് പറഞ്ഞ അർത്ഥമല്ല, അതിന്റെ ഫുൾ ഫോം പ്രോട്ടീൻ കൈനേസ് സി. ദെൻ പ്രോട്ടീൻ കൈനേസ് സി എത്തിക്കഴിഞ്ഞാൽ പ്രോട്ടീൻ കൈനേസ് സി നേരെ ഈ DAG. അപ്പൊ ഇവിടെ DAG എന്നൊരു മോളിക്യൂൾ ഇവിടെ ഉണ്ടായിട്ടിരിക്കുന്നുണ്ട് അല്ലേ? പ്രസൻസ് ഓഫ് DAGയുടെ പ്രസൻസ് ഇവിടെ DAG ഉണ്ടായിട്ടിരിക്കുക. അപ്പൊ PKC ഉണ്ടായിക്കഴിഞ്ഞാൽ PKC എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ ഈ മെംബ്രെയിനിന്റെ അങ്ങോട്ടങ്ങ് പോവുകയാണ്. മനസ്സിലായോ?
ഇങ്ങോട്ട് മൂവ് ചെയ്ത് പോകും. PKC സൈറ്റോസോളിന്റെ മെംബ്രെയിൻ്റെ അടുത്തോട്ട് മൂവ് ചെയ്തു പോകും. അപ്പൊ എന്താണ് ഇത് ഇവിടെ വന്ന് നിൽക്കുകയാണ്. എന്താണ് PKC മൂവ് ചെയ്ത് ഇവിടെ വന്നെത്തി. PKC മൂവ് ചെയ്ത് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ അത് DAG ആയിട്ട് ഇന്ററാക്ട് ചെയ്യാനുള്ളൊരു കാരണമാവും. PKC വെൻ റീച്ച് ഇവിടെ എത്തുമ്പോൾ എന്താണ് അത് DAG ആയിട്ട് ഇന്ററാക്ട് ചെയ്യും. പ്രസൻസ് ഓഫ് DAGയുടെ പ്രസൻസിൽ PKC എന്ന് പറയുന്നത് ആക്ടിവേറ്റഡ് ആവും. ഇവിടെ എന്താണ്ടായേ PKC ആക്ടിവേറ്റഡ് ആയി. ആക്ടിവേറ്റഡ് പ്രോട്ടീൻ കൈനേസ് C ആക്ടിവേറ്റഡ് ആയി കഴിഞ്ഞാൽ ഇറ്റ് ഫോസ്ഫോറിലേറ്റ് വേരിയസ് എൻസൈം ആണ് കേട്ടോ. ഒരുപാട് എൻസൈംസിനെ ഒരുമിച്ച് ഫോസ്ഫോറിലേറ്റ് ചെയ്യാനുള്ള കഴിവ് ആർക്കുണ്ട്? PKCക്ക് ഉണ്ട്. PKC ഫോസ്ഫോറിലേറ്റ് വേരിയസ് എൻസൈംസ്. എന്താണ് അത്? ആക്ടിവേറ്റഡ് ഫോം ഓഫ് PKC സെല്ലുലാർ ഗ്രോത്ത്. നമ്മൾ നേരത്തെ ആദ്യം പറഞ്ഞിട്ടുണ്ട് എന്താണ്? സെല്ലുലാർ ഗ്രോത്ത് ആൻഡ് ഡിഫറൻസിയേഷൻ ഒരെണ്ണം. പിന്നെ PKC ഫോസ്ഫോറിലേറ്റ് ഗ്ലൈക്കോജൻ സിന്തേസ് എൻസൈം ദാറ്റ് പ്രസന്റ് ഇൻ ലിവർ. PKCയുടെ ഒരുപാട് ഫങ്ഷൻസ് ഉണ്ട്. ഒരു കാര്യം പറഞ്ഞു എന്നേ ഉള്ളൂ ഞാൻ. സെല്ലുലാർ ഗ്രോത്ത് ആൻഡ് ഡിഫറൻസിയേഷൻ. ഇറ്റ് ഓൾസോ ഫോസ്ഫോറിലേറ്റ് ലിവറിൽ കാണുന്ന ഗ്ലൈക്കോജൻ സിന്തേസ് എൻസൈമിനെ ഫോസ്ഫോറിലേറ്റ് ചെയ്യും. പിന്നെ PKC ഓൾസോ ഫോസ്ഫോറിലേറ്റ് വേരിയസ് ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടേഴ്സ്. അതായത് ഒരുപാട് പർട്ടിക്കുലർ mRNA സിന്തസൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് ആവശ്യമുള്ള ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടേഴ്സ് ഉണ്ടാവുമല്ലോ, പ്രോട്ടീൻസ്, അതിനെയൊക്കെ പോയി ഫോസ്ഫോറിലേറ്റ് ചെയ്യും. അപ്പം അങ്ങനെ നമുക്ക് വേണ്ട mRNA ഏതാണോ ആ mRNA കൂടുതലായിട്ട് സിന്തസൈസ് ചെയ്യാൻ കാരണമാവും. ഇവിടെ എന്താ ഉണ്ടായി? ആകെ കൂടി ഒരു ലിഗാൻഡ് വന്ന് ബൈൻഡ് ചെയ്തപ്പോൾ വേരിയസ് ആക്ടിവിറ്റീസ് നടക്കുകയാണ്. മനസ്സിലായില്ലേ? അതിൽ IP3 മീഡിയേറ്റഡ് ആയിട്ടുള്ള പാത്വേ ഉണ്ട്, DAG മീഡിയേറ്റഡ്. രണ്ടും പക്ഷെ കമ്പൈൻഡ് തന്നെയാണെങ്കിലും പരസ്പരം കോറിലേറ്റഡ് ആണ് എന്നുണ്ടെങ്കിലും അവരുടെ ആക്ടിവിറ്റീസ് വേറെ വേറെയാണെന്ന് മാത്രം. രണ്ടും പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്താണ്? ബിക്കോസ് ഓഫ് ദി ആക്ടിവേറ്റഡ് ഫോസ്ഫോലിപ്പേസ് C തന്നെയാണ് കേട്ടോ. ദെൻ ഇനി അപ്പൊ ഈ IP3നെ ഇനി എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ IP3നെ ഇനി ഡീസെൻസിറ്റൈസ് ചെയ്യണമെന്ന് വെച്ചാൽ ഇത് ടെർമിനേഷൻ നടത്തണമെന്നുണ്ടെന്ന് വിചാരിക്കുക. IP3 ടെർമിനേഷൻ വരണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? IP3നെ ഹൈഡ്രലൈസ് ചെയ്യണം. IP3 ഹൈഡ്രലൈസ് ചെയ്തിട്ട് ഇനോസിറ്റോൾ 1,4-ബിസ്ഫോസ്ഫേറ്റ് ആക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സാധനത്തിന് എന്താണ്? ഇനോസിറ്റോൾ 1,4-ബിസ്ഫോസ്ഫേറ്റിന് എന്താണ്? കനോട്ട് ബൈൻഡ് ടു IP3 ഗേറ്റഡ് ചാനൽസ്. ഇതിനെ ഹൈഡ്രലൈസ് ചെയ്യണം വിചാരിക്കുക. ഇതിനെ വന്നിട്ട് ഹൈഡ്രലൈസ് ചെയ്യണം വിചാരിച്ചു കഴിഞ്ഞാൽ IP3നെ ഹൈഡ്രലൈസ് ചെയ്യാണ്, അതായത് ഇനോസിറ്റോൾ ട്രൈഫോസ്ഫേറ്റിനെ ഇനോസിറ്റോൾ 1,4-ബിസ്ഫോസ്ഫേറ്റ് ആക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് കനോട്ട് ബൈൻഡ് ടു IP3 ഗേറ്റഡ് ചാനൽ. അപ്പം എന്താണ്? ഇവിടെ വെച്ചിട്ട് പർട്ടിക്കുലർ ഫങ്ഷൻ നടക്കില്ല. അപ്പം എന്താണ്? IP3 ഉണ്ടെന്നുണ്ടെങ്കിലും ഈ ഫങ്ഷൻസ് ഒന്നും പിന്നെ നൽകാം. എന്തുകൊണ്ടാണ് വേണ്ട? ഒരു പർട്ടിക്കുലർ പ്രോസസ്സ് അല്ലെങ്കിൽ ഡിഫറൻസിയേഷൻ അല്ലെങ്കിൽ ഗ്രോത്തിന്റെ ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ എന്താണ്? IP3നെ ഡീസെൻസിറ്റൈസ് ചെയ്യുന്നതാണ് കേട്ടോ. ഇതാണ് IP3 മീഡിയേറ്റഡ് സിഗ്നൽ ട്രാൻസ്ലേഷൻ. പിന്നെ കൂടാതെ നമ്മൾ പറഞ്ഞു എറൈസ് ഇൻ കാൽസ്യം ലെവൽ സിഗ്നിഫിക്കൻ്റ് എഫക്റ്റ് ഉണ്ടാക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ഒരുപാട് വേരിയസ് ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ദെൻ കാൽസ്യം കാൽമോഡുലിൻ കോംപ്ലക്സ് റിലേറ്റഡ് ആയിട്ടുള്ള സിഗ്നൽ ട്രാൻസ്ലേഷനും കാണുന്നുണ്ടെന്ന്. അതായത് ബൈൻഡിങ് ഓഫ് കാൽസ്യം ടു 4 സൈറ്റ്സ് ഇൻ കാൽമോഡുലിൻ. കാൽമോഡുലിന് 4 സൈറ്റുകളുണ്ട്. ആ 4 സൈറ്റിലും കാൽസ്യം വന്ന് ബൈൻഡ് ചെയ്യുകയാണെങ്കിൽ 4 സൈറ്റുകൾ ഉണ്ടെന്ന് വിചാരിക്കുക. ഇങ്ങനെയല്ല ഇതിൻ്റെ ഷേപ്പ്.
അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഈൽഡ് എ കോംപ്ലക്സ് ദാറ്റ് ഇന്ററാക്ട് ആൻഡ് മോഡുലേറ്റ്സ് ദ ആക്ടിവിറ്റി ഓഫ് മെനി എൻസൈംസ്, ഒരുപാട് എൻസൈംസിനെ ഒരുമിച്ച് കൺട്രോൾ ചെയ്യാനുള്ള കഴിവ് ഈ കാൽസ്യം കാൽമോഡുലിൻ കോംപ്ലക്സിലുണ്ടെന്ന്. വെൻ കാൽസ്യം ബൈൻഡ് ടു 4 sites ഇൻ കാൽമോഡുലിൻ, ഇറ്റ് എന്താ ചെയ്യണത്, ഇന്ററാക്ട്സ് ആൻഡ് മോഡുലേറ്റ്സ് ദി ആക്ടിവിറ്റി ഓഫ് മെനി എൻസൈംസ്, ഒരുപാട് എൻസൈംസിന്റെ ആക്ടിവിറ്റി അത് കൺട്രോൾ ചെയ്യുന്നുണ്ട്. അപ്പൊ എന്താ ഉദ്ദേശിക്കുന്നത്, എ സ്മോൾ റൈസ് ഓർ ചേഞ്ച്, റൈസ് ആണെങ്കിലും ശരി ലോവറിങ് ആണെങ്കിലും ശരി, എന്തായാലും ചേഞ്ച് ഇൻ ദ ലെവൽ ഓഫ് സൈറ്റോസോളിക് കാൽസ്യം ഈൽഡ് ടു എ ലാർജ് ചേഞ്ച് ഇൻ ദി എന്താണ് ലെവൽ ഓഫ് ആക്റ്റീവ് കാൽമോഡുലിൻ. അതായത് കാൽസ്യത്തിന്റെ ലെവല് കൂടുകയോ കുറയോ എന്ത് ചെയ്താലും ശരി, ചെറിയൊരു ചേഞ്ച് വന്നു കഴിഞ്ഞാൽ അത് കാൽമോഡുലിൻ സെല്ലിലുള്ള കാൽമോഡുലിന്റെ അളവില് വലിയൊരു വ്യത്യാസം വരുന്നുണ്ട്. അത് ഒരുപാട് റിയാക്ഷൻസിനെ അത് അവസാനം കൺട്രോൾ ചെയ്യുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഇനി മയോസിൻ ലൈറ്റ് ചെയിൻ കൈനേസ് ഇതുപോലെ കാൽസ്യം റിലേറ്റഡ് ആണ്. റെഗുലേറ്റ്സ് ദ ആക്ടിവിറ്റി ഓഫ് മയോസിൻ ഇൻ മസിൽ സെൽസ്. മസിൽ സെല്ലുള്ള മയോസിന്റെ ആക്ടിവിറ്റി റെഗുലേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെന്താ, CAMP ഫോസ്ഫോഡൈസ്റ്ററേസ് ഡിഗ്രേഡ് CAMP എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. CAMP to 5-AMP. കാൽസ്യം കാൽമോഡുലിൻ കോംപ്ലക്സസ് ഒന്നിലോ അത് ഏതെങ്കിലും പ്രോട്ടീൻ കൈനേസസിനെ ആക്ടിവേറ്റ് ചെയ്യിക്കും. രണ്ട് ഇതുണ്ടാവും. ഏതെങ്കിലും പ്രോട്ടീൻ കൈനേസിനെ ആക്ടിവേറ്റ് ചെയ്ത് പർട്ടിക്കുലർ എൻസൈംസിനെ അത് ഫോസ്ഫോറിലേറ്റ് ചെയ്യും. അല്ലാന്നുണ്ടെങ്കിലോ ഏതെങ്കിലും ഫോസ്ഫറ്റേസ് എൻസൈംസിനെ ആക്ടിവേറ്റ് ചെയ്യിപ്പിക്കും. അപ്പൊ എന്താണ്, ഏതെങ്കിലും പർട്ടിക്കുലർ ട്രാൻസ്ക്രിപ്ഷൻ ഫാക്ടറിന്ന് റിമൂവ് ഫോസ്ഫറ്റേസ് അങ്ങനെയല്ലേ, റിമൂവ് ഫോസ്ഫേറ്റ് ഗ്രൂപ്പിനെ റിമൂവ് ചെയ്ത് പർട്ടിക്കുലർ റെസ്പോൺസ് ഉണ്ടാക്കുക. എന്തായാലും ഒരുപാട് ആക്ടിവിറ്റീസിനെ കൺട്രോൾ ചെയ്യുന്ന മെക്കാനിസമാണ് കാൽസ്യം കാൽമോഡുലിൻ കോംപ്ലക്സിനുള്ളത്. ഇത്രയും മനസ്സിലായി എന്ന് വിചാരിക്കും.